ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ക്യാരറ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. അതിനായിട്ട് 1/2 കിലോ ക്യാരറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു പോട്ടിലേക്ക് നമുക്ക് 1/2 കപ്പിനടുത്ത് ചവ്വരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ടൈപ്പിലുള്ള ചവ്വരിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലുതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുക്കായി കിട്ടാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രം അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വലിയ ചവരിയാണെങ്കിൽ കുറച്ചധികം ടൈം തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇതാ നല്ല പോലെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് നല്ല പോലെ അടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല ഫൈനായിട്ട് വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് പാലോ വെള്ളമോ ചേർത്തിട്ട് അരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ഞാൻ ക്യാരറ്റും അരച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ ഫ്ലെയിം ഓണാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു മിക്സി ജാറിലേക്ക് തന്നെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഇതിലേക്ക് തന്നെ ഞാനൊന്ന് തിരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ഇപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനി അടുത്തതായിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയിട്ടെടുക്കാം. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ബാലൻസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുന്നതിന് മുന്നേ ആയിട്ടാണ് കേട്ടോ നമ്മളിതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സേമിയാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് സേമിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റോസ്റ്റഡ് സേമിയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നോർമൽ സേമിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മുടെ സേമിയൊക്കെ നല്ല പോലെ തന്നെ കുക്കായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഞാനിവിടെ ഒരു 3 ഏലക്ക നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. എല്ലാ ഭാഗത്തുനിന്നും നല്ലപോലെ ഒന്ന് തിളവന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസമൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നെയ്യിൽ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചൂടോട് കൂടെ തന്നെ കുറച്ച് ടൈം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്ട്രെച്ചറിലാണ് കേട്ടോ നമ്മുടെ പായസം ഇപ്പോൾ അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് തിക്കുമല്ല, അത്യാവശ്യം ഒരു ലൂസായിട്ടുള്ള ആ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് പായസം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.